സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് പനങ്കുല പോലെ മുടിയുണ്ടായിരുന്ന ഡോക്ടറെ. പിന്നെ ഈ കല്യാണവും പ്രസവവും പാലുകുടിയും ഈ പറഞ്ഞ PCODയും തൈറോയിഡിൻ്റെ പ്രോബ്ലം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എല്ലാം വന്നതിന് ശേഷമാണ് എൻ്റെ ഈ മുടി ഇത്രയും പൊഴിഞ്ഞു പോയത്. ഡോക്ടറെ, എൻ്റെ മുടി എന്താ ഇങ്ങനെ അങ്ങ് പൊഴിഞ്ഞു പോകുന്നത്? എന്ത് ചെയ്തിട്ട് ഇതെന്താ പഴയ പോലെ തിരിച്ച് വളരാത്തത്? ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീ സമൂഹത്തിലെ പലരുടെയും ഒരു സ്ഥിരം കൺസേൺ ആണിത്. പ്രസവ സമയത്ത് ഭയങ്കരമായിട്ട് ഒരു ചേഞ്ച് ഉണ്ടാകുന്നു. അതായത് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഹെയർ ഗ്രോത്ത് സൈക്കിളിലെ അനാജൻ ഫേസ്, അതായത് വളർച്ചയുടെ ഘട്ടത്തിൻ്റെ ഡ്യൂറേഷൻ കൂടുതലാണ്. സോ ആ സമയത്ത് മുടി അധികം പൊഴിയത്തില്ല, ഇഷ്ടം പോലെ ഹെയർ ഫോളിക്കിൾസ് വളരുകയും ഒരുപാട് മുടി വളരുകയും ചെയ്യും. അനാജൻ ഫേസ് കൂടുതലാണ് ഗർഭിണികളിൽ. പക്ഷേ പ്രസവ സമയത്തോട് ശേഷം ഈ ഗർഭിണി ആയിരിക്കുന്ന സമയത്തുണ്ടായിരുന്ന ഹോർമോൺ സപ്പോർട്ടെല്ലാം മാറുന്നു. അപ്പോൾ ആ ഹോർമോൺ സപ്പോർട്ട് മാറുന്ന സമയത്ത് ഹെയറിൻ്റെ ഗ്രോത്ത് സൈക്കിൾ എൻറ്റേഴ്സ് ഇൻ ടു കാറ്റജൻ ഫേസ് ആൻഡ് അതിനുശേഷം ഇൻറ്റു ടിലോജൻ ഫേസ്. അപ്പോൾ എന്താ ഈ കാറ്റജൻ, എന്താ ഈ ടിലോജൻ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഹെയർ ഫോളിക്കിളിൻ്റെ ഗ്രോത്ത് സൈക്കിളാണ് ഈ 3 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ അനാജൻ ഫേസ്, വളർച്ചയുടെ ഘട്ടം പ്രഗ്നൻസിയിൽ കൂടുതലാണ്. പക്ഷേ ഡെലിവറി കഴിയുന്നതോടുകൂടി ആ ഹെയർ അതിൻ്റെ കാറ്റജൻ ഫേസിലേക്കും, അതായത് വളർച്ച നിൽക്കുന്ന അല്ലെങ്കിൽ മുരടിച്ചു പോകുന്ന ഒരു ഘട്ടത്തിലേക്കും, അതിനുശേഷം ടിലോജൻ ഫേസ്, അതായത് മുടി കൊഴിഞ്ഞു പോകുന്ന ഒരു ഘട്ടത്തിലേക്കും കടക്കുകയാണ്. ഉറപ്പായിട്ടും കുഞ്ഞിന് 1-1.25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഹെയർ സൈക്കിൾ, അതിൻ്റെ ഗ്രോത്ത് സൈക്കിൾ തിരിച്ച് പഴയ പോലെ ആവുമെങ്കിൽ പോലും ഒരിക്കലും പല സ്ത്രീകളിലും പണ്ടുണ്ടായിരുന്ന ആ അതേ ടെക്സ്ചർ, അതേ ഷൈനിങ് തിരിച്ച് കിട്ടാറില്ല. സോ എന്താണ് നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഹീമോഗ്ലോബിൻ്റെ അളവ് കറക്റ്റ് ആണെന്ന് ഉറപ്പിക്കാം, സ്ത്രീക്ക് അനീമിയ ഇല്ല എന്നുള്ളത് ഉറപ്പിക്കാം, അവർക്ക് തൈറോയ്ഡ് പ്രോബ്ലം ഇല്ല എന്നുള്ളത് ഉറപ്പിക്കാം, അതുപോലെ തന്നെ അവരുടെ വൈറ്റമിൻ ഡി ലെവൽസ് നോർമൽ ആണെന്നുള്ളത് ഉറപ്പിക്കാം. പിന്നീട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഡയറ്റിൽ ഇഷ്ടം പോലെ പ്രോട്ടീൻ ഐറ്റംസ് ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു 60 കിലോ ഭാരമുള്ളൊരു സ്ത്രീ ആണെങ്കിൽ 60 ഗ്രാം പ്രോട്ടീൻ അവരുടെ ഡയറ്റിൽ ഉൾപ്പെട്ടിരിക്കണം എന്നുള്ളത് ഉറപ്പിക്കാം. ഈ ഫാക്ടേഴ്സും ഒപ്പം വാട്ടർ ഇൻടേക്ക്, ഒരു 20 കിലോ ഉള്ള ആൾ 1 ലിറ്റർ വെള്ളമാണ് വേണ്ടതെങ്കിൽ 60 കിലോ ഉള്ള ആൾക്ക് 3 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. സോ ഈ ഘടകങ്ങളെല്ലാം പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണ്. കുറച്ചൊക്കെ ഹെയർ സപ്ലിമെൻറ്റ്സ് കൂടെ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പണ്ടത്തെ പോലെ അല്ലെങ്കിൽ പോലും ഒരു പരിധി വരെ ഹെയർ ലോസും ഹെയർ തിന്നിങ്ങും നിയന്ത്രിക്കാവുന്നതാണ്. PCOD ഉള്ളവരുടെ സ്ഥിരം കംപ്ലൈൻ്റ് ആണ് അവരുടെ മുടി വളരെ തിന്നായി പോകുന്നു എന്നുള്ളത്. ഈവൻ അതിനും ഒരു പരിധി വരെ കാരണം അവരിൽ കൂടി നിൽക്കുന്ന ആൻഡ്രോജൻ ഹോർമോൺ ലെവൽസ് ആണ്. കൂടി നിൽക്കുന്ന ആൻഡ്രോജൻ ഹോർമോൺ ലെവൽ കാരണം ഹെയർ ഫോളിക്കിളിൻ്റെ ആ ഒരു ബേസ് അത് ഷ്രിങ്ക് ആയി പോകുന്നു. അത് കാരണം ആ ഹെയറിൻ്റെ വളർച്ച മുരടിക്കുന്നു. അത് കാരണമാണ് ഹെയർ തിന്നാവുന്നത്. സോ ഒരു സമീകൃത ആഹാര ശൈലിയിലൂടെ, നോർമൽ ഹോർമോണൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന, BMI മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡയറ്റിലൂടെ, എക്സസൈസിലൂടെ, ചില ഹോർമോൺ ടെസ്റ്റുകൾ നടത്തി പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പിച്ച് നമുക്ക് കൊഴിഞ്ഞു പോയ മുടികളെ വീണ്ടും ആരോഗ്യത്തോടെ തിരിച്ചു കൊണ്ടുവരാവുന്നതേ ഉള്ളൂ.